ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എന്തായാലും ഒന്ന് യൂട്യൂബൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ യൂട്യൂബ് ഇവിടെ ഞാൻ ആക്ച്വലി ഉണ്ടാക്കിയത് കല്യാണം കഴിഞ്ഞ സമയത്ത് എൻ്റെ കല്യാണ വീഡിയോ മറ്റേ മെഹന്തി വീഡിയോസൊക്കെ വലിയ ഫയലാണല്ലോ. അപ്പോൾ അത് വാട്സാപ്പിൽ സെൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് യൂട്യൂബിലൊരു ലിങ്ക് ഉണ്ടാക്കി അയക്കാം എന്ന് വിചാരിച്ചുണ്ടാക്കിയൊരു അക്കൗണ്ടാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന പാട്ടും ഡാൻസും എന്തൊക്കെ കോപ്രായങ്ങളാണ് അവിടെ കാണിക്കുന്നത് അതെടുത്ത് ഈ യൂട്യൂബിൽ കോപ്പി പേസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അന്ന് മുതലേ വിചാരിക്കുന്നൊരു വ്ളോഗൊക്കെ ചെയ്യണമെന്ന്. പക്ഷെ ഇപ്പം ഞാൻ എന്താ ഇപ്പം റെഡി ആവാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പം എന്നെക്കാട്ടിയും വലിയൊരു വ്ളോഗറാണ് ഇപ്പോൾ കൂടെ ഉള്ളത്. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ പറയാട്ടോ. ഞാൻ കുറച്ചും കൂടി പാക്കിംഗ് ഉണ്ട്, അതും കൂടി ചെയ്യട്ടെ. തലയിൽ വെള്ളം കുടിക്കുന്നുണ്ട്, പോയി തലയൊന്ന് തോർത്തട്ടെ. അപ്പോൾ ശരി, ഹസബാചാറ്റിൽ കാണാം. ബൈ ബൈ. സാബ് ഗായ്സ്, ഇപ്പം സമയം ഏകദേശം 3:45 ആയി. ഞങ്ങളിങ്ങനെ എയർപോർട്ടിലെത്തി. നല്ല വിശപ്പ്. എൻ്റെ കണ്ണൊക്കെ കണ്ടാവും. അയ്യോ, ഉറക്കത്തിന് എണീറ്റ് വന്നതാണ്. എൻ്റെ മോൾ ഇന്നലെ ഉറങ്ങിയില്ല. അവൾ ഇന്നലെ 1 മണിക്കാണ് ഉറങ്ങിയത്. 1 മണിക്ക് ഉറങ്ങി 2 മണിക്ക് ഞങ്ങൾ എണീറ്റു. ഇപ്പൊ ഫുൾ ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെ ആൾക്കാർ നോക്കുന്നുണ്ട്, നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല. അതാണ് നമ്മൾ വ്ളോഗിങ്ങിൽ വേണ്ടത്. നാണും ഒരു മാനും പാടില്ല വ്ളോഗ് ചെയ്യുമ്പോൾ. അത് നമ്മൾ എപ്പോഴും ഓർക്കണം. നല്ല ക്ഷീണമുണ്ട് ഗൈസ്. എൻ്റെ കണ്ണ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആവിട്ട് ഈ തൊപ്പിക്ക് വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സൺഗ്ലാസും കൂടി ഉണ്ട്. ഞാൻ ഈ വീഡിയോയിൽ വെറുതെ ആർഭാടാക്കണ്ടെന്നിട്ട് എടുത്തില്ല. പിന്നെ അകപ്പാട്ട് ലിപ്സ്റ്റിക്ക് മാത്രമേ മുഖത്തുള്ളൂ. പല തേക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ആക്ച്വലി. കാരണം ഉറങ്ങിയത് 1 മണിക്കാണല്ലോ. അതുവരെ ഞാനും മോളിങ്ങനെ കളിച്ചിരുന്നു. പിന്നെ 1 മണിക്കൂർ ഉറങ്ങിയത് നമ്മളിപ്പോൾ രാവിലെ വെച്ച് പല്ലേക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് പല്ലേക്കാന്ന് ചോദിച്ചു. ഓക്കെ, അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്, എൻ്റെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കേൾക്കുന്നുണ്ടോ? എൻ്റെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എസ്തെറ്റിക് വീഡിയോ ആണ്. അതേപോലെ വളരെ മനോഹരവും സുന്ദരവുമായ എഡിറ്റിംഗ് ആയിരിക്കും. വളരെ പ്രൊഫഷണൽ ടച്ച് ആയിരിക്കും ഒന്നും നിങ്ങൾ വിചാരിക്കരുത്. എല്ലാം ചാറ പറയുമായിരിക്കും. എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ എടുത്തിടും. എൻ്റെ കെട്ടിയവനും മോളും കൂടി ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. നല്ല വിശപ്പുണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ്. പോയി വരാം. ഓക്കെ, ഇനി ബാക്കു വിശേഷങ്ങളായിട്ട് അബുദാബി എയർപോർട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്നാലും ഓക്കെ എന്നാ, ബൈ ബൈ, ടാറ്റാ, ബൈ, സീ യു ഇൻ ബാക്കു. അപ്പം നമ്മളെ കുട്ടി വ്ളോഗർ വന്നിട്ടുണ്ട്. ചേക്കുട്ടി, നമ്മൾ എവിടേക്കാ പോണേ? യൂളി അല്ലടാ, എവിടേക്കാ പോണേ? ബാക്കു. 1 2 3 4 days 3 nights. ബാക്കു പോയിട്ട് എന്താ ചെയ്യാ? ഈ ട്രിപ്പിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ജിയക്ക് ഞങ്ങള് ഒരു സീറ്റ് ബുക്ക് ചെയ്തു. 2 years കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കമ്പൽസറി ആണല്ലോ ബേബീസിന് സീറ്റ്. പക്ഷെ ആ സീറ്റ് ഇതുപോലെ ഫസ്റ്റ് കളിക്കാൻ വേണ്ടി മാത്രമേ അവൾ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഫുള്ള് ഞങ്ങളെ മേത്ത് തന്നെയാണ് കിടന്നുറങ്ങിയത്. ഓക്കെ, സോ നേരം ഏകദേശം രാവിലെ ആയി. എനിക്ക് തോന്നുന്നു 5 o'clock എങ്ങനെ ആയിട്ടുണ്ട്. ആ സമയത്ത് ജിയ ഫുൾ ഓൺ ഹാപ്പി മൂഡിലാണ്. ഉറങ്ങിയാൽ മതി ഈശ്വരാ. അപ്പം ടാറ്റാ. ഗുഡ് മോർണിംഗ്, റിപ്പോർട്ടിംഗ് ഫ്രം ബാക്കു, അസർബൈജാൻ. ഇപ്പം സമയം 8:30 സംതിങ് ആയി. കണ്ടോ താഴെ ഈ കാണുന്നതാണ് ബാക്കു. സത്യം പറയാലോ, നമ്മൾ ഈ UAE താഴെ കണ്ട് ഈ ബാക്കുവിൻ്റെ താഴെ കാണുമ്പം KGFലെ മൈൻ ഫാക്ടറീസ് കാണിച്ചൊരു ഓർമ്മയാണ് എനിക്ക് വന്നത്. ചീക്കുട്ടി ഇപ്പോഴും ഉറക്കത്തിലാണ്, മെല്ലെ എണീക്കും. അപ്പം സൗണ്ടൊന്നും ഉണ്ടാക്കാതെ ഞങ്ങൾ ലാൻഡ് ചെയ്യട്ടെ. 1/2 hour ഏർലി ആയിട്ടാണ് ഞങ്ങൾ ബാക്കു എയർപോർട്ടിൽ ലാൻഡ് ചെയ്തത്. അവിടെ എത്തിയിട്ടാണ് ഞങ്ങൾ ഈ വിസ ഒക്കെ അപ്ലൈ ചെയ്തത്. അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ജീക്കുട്ടി ഉറങ്ങായിരുന്നു. സോ അവളെയും പിടിച്ചിരിക്കുമ്പോൾ ഫോൺ യൂസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടല്ലേ. ബാക്കു എയർപോർട്ടിൽ നിന്ന് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് ഒരു 20 minutes ഉണ്ടായിരുന്നു. സോ ഞങ്ങളിപ്പോൾ പിക്ക് ചെയ്യാൻ വന്നത് ഹോട്ടൽ അറേഞ്ച് ചെയ്ത ഡ്രൈവറാണ്. ആ പച്ചപ്പും ഹരിതാപകരവുമായ സ്ഥലങ്ങളൊക്കെ മാറി ഇപ്പോൾ ഫുൾ ബിൽഡിങ്സ് ആയി. ഇതാണ് ബാക്കു സിറ്റി. അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ ബാക്കുവില്. സോ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ പേര് എക്സൽസിയോർ ഹോട്ടൽ ആൻഡ് സ്പാ ബാക്കു റിസോർട്ട്. ലഗേജസ് ഒക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് ആ ഡ്രൈവറോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഹോട്ടൽ ചെക്ക് ഇൻ ടൈം 1 PM ആണല്ലോ.
ഈ റോഡിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോഴേ ശരിക്കൊരു ബാംഗ്ലൂർ വൈബ് പോലെ ഉണ്ടായിരുന്നു. സൈഡിലൊക്കെ നല്ല മരങ്ങളും പൂക്കളും, നല്ല അടിപൊളി തണുപ്പും, നല്ല കാറ്റും, ഒരു മഞ്ഞ് മൂടിയ ഒരു ഫീലും, നല്ല ഹെവി ട്രാഫിക്കും. ഞാൻ ഈ ചിരിച്ച് പറയുന്നത് എന്താണെന്നറിയോ? ഇടയ്ക്കൊക്കെ ആ മുഖം ഒന്ന് ഈ ക്യാമറയിൽ കാണിക്കാനാ, അല്ലെങ്കിൽ ഞാൻ വയറിലായി എന്നെ ആരെങ്കിലും കൊണ്ടുപോയാലോ എന്ന്. ഞങ്ങളിപ്പോൾ നടക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റ് തപ്പിയിട്ടാണ്. ജിയയുടെ ഇരുത്തം കണ്ടോ? ഈശ്വരാ, ഞാൻ പെട്ടു എന്ന് പറഞ്ഞ പോലെ. സ്ട്രോളർ എടുക്കണോ വേണ്ടോ എന്ന് വലിയ സംവാദമായിരുന്നു ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ. പക്ഷെ അവസാനം ഞാൻ ഉറപ്പിച്ചു, സ്ട്രോളർ ഇല്ലാതെ ഞാനില്ല. കാരണം എനിക്കറിയാം എൻ്റെ മോളെ 2 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ അച്ഛയെ എടുക്ക്, അമ്മ എടുക്കുമെന്ന് പറഞ്ഞിരിക്കും. ഇവിടുത്തെ അണ്ടർപാസ് ഒക്കെ ഒരു ഹോണ്ടഡ് വൈബാണ് കേട്ടോ. സത്യം പറയാലോ, എനിക്കിതിൻ്റെ അടിയിൽ കൂടെ ഒറ്റക്ക് പോകാൻ ഒട്ടും ധൈര്യമില്ല. ഒരു ചേട്ടനൊരു പാട്ട് പാടുന്നുണ്ട്. ഇത് എവിടെയോ കേട്ട് മറന്ന പോലൊരു പാട്ട്. അണ്ടർപാസ് കഴിഞ്ഞ് നേരെ എത്തുന്നത് ഹൈദർ അലിയഫ് സെന്റർ എന്ന് പറഞ്ഞ ഈ കൾച്ചറൽ സെന്ററിന് മുമ്പിലാണ്. മ്യൂസിയം, ഹിസ്റ്റോറിക്കൽ പ്ലേസസ്, ഏൻഷ്യൻ ബിൽഡിംഗ്, ഇതൊന്നും ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് ഈ ട്രിപ്പിലും ഇതൊന്നുമില്ല. ഒരു പേഴ്സണൽ കാർ വിത്ത് എൻ ഇംഗ്ലീഷ് ഡ്രൈവർ, ഇത് മാത്രമേ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളൂ. ആ ഡ്രൈവർ വരുന്ന ഗ്യാപ്പിൽ ഞങ്ങളിതാ ഈ മേരിമാ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്ത്യൻ റെസ്റ്റോറൻറ്റാന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ കയറിയത്, പക്ഷെ അതൊരു ജോർജിയൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു. സോ ഞങ്ങളൊരു ഫാൻസി റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുക. ജിയക്ക് വ്ളോഗ് ചെയ്യണം, അതിനാണ് അവള് ഫോൺ ചോദിക്കണേ. ബാക്കൂല ആദ്യത്തെ ഫുഡാ, ഗണപതിക്ക് കൊടുത്തിട്ട് തുടങ്ങാന്ന് കരുതി. ഈ വ്ളോഗിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പ് തരാം, അമ്മയുടെയും മോളുടെയും കുറേ ഡാൻസ് ഉണ്ടാവും. അവൾ എവിടെ ഡാൻസ് കളിക്കുന്നോ അവിടെ എന്നെയും വലിച്ചിടും. അങ്ങനെ വിശന്ന് തളർന്നിരുന്ന് ഞങ്ങളുടെ മുന്നിലേക്ക് നല്ല ചൂട് ചിക്കൻ പൊട്ടറ്റോ ഗ്രില്ല്. ബിരിയാണിയോ? കേട്ടോ എൻ്റെ പൊന്നുമോള് പറഞ്ഞത്? അതൊന്നും പോരാ, അവൾക്ക് ബിരിയാണി വേണമെന്ന്. വേറെ ഒരു വഴിയില്ലാതെ ആ റെസ്റ്റോറൻറ്റുകാരോട് കുറച്ച് നല്ല പ്ലെയിൻ റൈസ് വാങ്ങി, പിന്നെ തൈരും കൂട്ടി നല്ല മലയാളികളായി ഞങ്ങൾ വീണ്ടും ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഫുഡൊക്കെ കഴിച്ചപ്പം അത്യാവശ്യം എനർജി വന്നു. ഡ്രൈവർ ഞങ്ങളെ ഫയർ മൗണ്ടൻ കാണിക്കാൻ വേണ്ടി ഡ്രോപ്പ് ചെയ്തു. ഇത് ശരിക്കും ലൈഫിൽ 1 ടൈമെങ്കിലും നേരിട്ട് കാണണം നിങ്ങൾ. വല്ലാത്തൊരു അത്ഭുതം തന്നെ. മഴയാണെങ്കിലും മഞ്ഞാണെങ്കിലും വെയിലാണെങ്കിലും ഈ മൗണ്ടെയ്ൻസ് എപ്പോഴും ഇതുപോലെ ഫയർ വന്ന് കത്തിക്കൊണ്ടിരിക്കും. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ചുറ്റും നല്ല ചൂടായിരിക്കുന്നു. അല്ല കേട്ടോ, അവിടെ ഫുൾ നല്ല തണുപ്പും നല്ല കാറ്റുമായിരുന്നു. പക്ഷെ ഈ മൗണ്ടെയിൻ ഫയറിൻ്റെ അടുത്തേക്ക് മാത്രം നീങ്ങുന്ന സമയത്ത് കുറച്ച് ചൂടുണ്ടാവും. ഇതൊക്കെ മൗണ്ടെയിനാ. ഈ മൗണ്ടെയിനിൽ കണ്ടോ ഫയർ? ഫയർ കണ്ടോ തക്കടൂ? ഫയർ കണ്ടോ? ഈ ഫയർ ഇതിനാണ് പരത്തി ഇതിങ്ങനെ കത്തു. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു, ഇവിടെ വന്നവര് ആ ഫയറിലേക്ക് കോയിൻസ് പ്രാർത്ഥിച്ചെറിയുന്നത് കണ്ടു. ഞങ്ങളും ഇട്ടുട്ടോ. അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഷൂട്ടിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പാക്കപ്പ് പറഞ്ഞു. ചീക്കുട്ടിക്ക് പോരാ, ഇനിയും കുറെ വീഡിയോസ് എടുക്കണം. നല്ല ടയർഡായി, സൈഡായി. ഫ്ലൈറ്റ് ഇറങ്ങി ഒന്നും ശരിക്കും ഹോട്ടലിൽ പോയാൽ മതിയായി. 4 ഡേയ്സിലേക്കുള്ള ഞങ്ങളുടെ ഹോട്ടൽ റൂം ഇതാ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സെൽസിയോർ ഹോട്ടൽ ആൻഡ് സ്പാ ബാക്കു റിസോർട്ട്. ഇത് എക്സാക്ട്ലി ബാക്കുവിൻ്റെ സിറ്റിയിൽ തന്നെയുള്ള ഹോട്ടലാണ്. വേഗം പോയത് കുളിച്ച് ഫ്രഷായി സുന്ദരിയാവട്ടെ, എന്നിട്ട് ബാക്കി കറക്കാം. അങ്ങനെ ഞങ്ങൾ റെഡിയായി പുറത്ത് വന്ന് ഡ്രൈവർ ഞങ്ങളെ പിക്ക് ചെയ്ത് ഡെന്നിസ് മോൾ എന്ന് പറഞ്ഞൊരു മോളിലേക്ക് കൊണ്ടുവന്നു. നല്ല അടിപൊളി കാറ്റാണ് ഇവിടെ. ചീക്കുട്ടി ഇതാ വീണ്ടും ഉറങ്ങി. പാവം, ഫുൾ ബ്രോക്കൺ സ്ലീപ്പായിരുന്നില്ലേ. പിന്നെ ഞങ്ങൾക്കൊരു വലിയ അബദ്ധം പറ്റി. ഞങ്ങളുടെ ഫോൺ സ്ക്വയർ പിൻ ചാർജർ അല്ലേ, പക്ഷെ ഇവിടെ മൊത്തം റൗണ്ട് പ്ലഗാ. വിച്ച് മീൻസ് എൻ്റെ ഫോൺ ഏത് നിമിഷവും ചാവും. മോളിൻ്റെ ഉള്ളിലുള്ള സൂപ്പർ മാർക്കറ്റിൽ കയറി ഞങ്ങൾ റൗണ്ട് പ്ലഗ് തപ്പാൻ തുടങ്ങി. പക്ഷെ അതവിടെ ഉണ്ടായിരുന്നില്ല. ഈ സൂപ്പർ മാർക്കറ്റ് പറയത്തക്ക വലിയ ഡിഫറൻസ് ഒന്നും ഞാൻ കണ്ടില്ല. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. ഇവിടെ അവര് അതിന്റെ വലിയൊരു ടിന്നിൽ ഇങ്ങനെ ലൂസായിട്ടിരിക്കുന്നത് കണ്ടു. ആ മോളിന്റെ ബാക്ക് എൻട്രൻസിലൂടെ നടന്നു പോകുമ്പം ദാ ഇതുപോലൊരു നല്ല വ്യൂ കാണാം. ഒരു നല്ല ലേക്കും ഓൾമോസ്റ്റ് ബാക്കു സിറ്റിയുടെ സ്കൈ സ്ക്രാപ്പർ ബിൽഡിങ്സും കാണാം. അവിടെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ചുമ്മാ ക്യാമറ ഒന്ന് താഴേക്ക് പോയി വെള്ളം ഒന്ന് എടുക്കാന്ന് വെച്ചപ്പോൾ കണ്ടു, ദേ നിൽക്കുന്നു മാലിന്യം.
നമ്മുടെ നാട്ടിൽ മാത്രമല്ല അപ്പം. ജീക്കുട്ടി വീണ്ടും ഉറങ്ങി എണീറ്റു. വ്ളോഗിങ് തുടങ്ങി. ഞാൻ ഇതൊക്കെ എടുത്തിട്ട് അവസാനം ഇതും കൊളാവുന്നു ഞാൻ പറയും ഇത് രസമില്ല, ഇത് വേണം. ഞാൻ എന്താ പിറുപിറുത്തോണ്ടിരിക്കുന്നത് അറിയോ? ഈ വ്ളോഗും ഈ വീഡിയോസൊക്കെ എടുത്തിട്ട് അവസാനം ഇതൊരു വ്ളോഗായിട്ട് ഞാൻ ഇടുവോ? കാരണം എനിക്ക് തന്നെ എന്നെ കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ. നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞങ്ങൾ മോളിലെ ഫുഡ് കോർട്ടിൽ പോയിട്ട് ദേ പിന്നിൽ കാണുന്ന കഫേന്ന് അറിയാവുന്ന ഭാഷയിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ട് അതും കാത്ത് നിൽക്കുക. പിന്നെ ഞങ്ങൾ അമ്മയും മോളും ഇതുപോലൊരു ഗ്യാപ്പ് കിട്ടിയാൽ അപ്പം തുടങ്ങും ഡാൻസ്. ഫുഡ് റെഡിയായി കിട്ടിയപ്പോൾ കൂട്ടുന്ന അഴിച്ചിട്ട് കോഴിക്കുട്ടീനെ പോലെ ഓടി വരുന്ന എൻ്റെ മോളെ കണ്ടോ? ഞങ്ങൾ ഓർഡർ ചെയ്തത് അവിടുത്തെ ഏതോ ഒരു സ്പെഗറ്റിയും പിzzയും. സ്പെഗറ്റിയുടെ ഫോട്ടോ കണ്ടപ്പോൾ ഇത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചതേ ജയക്കുട്ടി തന്നെയാ കേട്ടോ. ഈ സാധനം മര്യാദക്ക് ഫോർക്ക് എടുത്തിട്ട് അവളുടെ വായിലേക്ക് പോവാത്തോണ്ട് ഞാൻ എൻ്റെ കയ്യും കാലും ഉപയോഗിക്കാൻ തുടങ്ങി. എന്നെ ഇങ്ങോട്ട് കൊല്ല്. ആ രണ്ട് ഫുഡും കാണാൻ വലിയ ലുക്കൊന്നുമില്ലെങ്കിലും വിശന്നിട്ടാണോന്ന് അറിയില്ല, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ജിയക്കുട്ടി തുടങ്ങി അവളുടെ ഡാൻസ് വ്ളോഗിങ്. സ്വന്തമായിട്ട് ക്യാമറ വെച്ച് സ്വന്തമായിട്ടുള്ള പെർഫോമൻസ്. നമ്മുടെ അബുദാബിയിലെ WTC മോളിലുള്ള പോലെ തന്നെ ഇവിടെയുണ്ട് ഒരു സ്ലൈഡ്. എൻ്റെ മോളി കിളി പോയ പോലെ നോക്കിയിരിക്കുന്നത് എന്താണെന്നറിയോ? ആ മോളിൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു നല്ല സൗണ്ടിൽ പാട്ടൊക്കെ കേട്ട് ഓടിപ്പോയി നോക്കിയതാ. ഡാൻസിങ് വാട്ടർ ഫൗണ്ടെയിൻ. ഇത് അബുദാബിയിൽ അവൾ കുറേ കണ്ടതാ, പക്ഷെ എന്താണെന്നറിയില്ല, കുറേ നേരം ഇത് നോക്കിയിരുന്നു. അങ്ങനെ മോളിലെ കലാപരിപാടികൾ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കാം. കണ്ടല്ലോ, മാഡത്തിൻ്റെ അടുത്ത് എൻ്റെ ബാഗ്. പോകുന്ന വഴിക്ക് കാണുന്നതൊക്കെ പിടിച്ച് പറിക്കുന്നുണ്ട്. ആ മോളിൽ നിന്ന് ഇറങ്ങി റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ ഒരു നല്ല വലിയ പാർക്കുണ്ട്. ആ പാർക്കിൽ കാണുന്നൊരു വ്യൂ ആണിത്. ലിറ്റിൽ വെനിസ് ഓർ മിനി വെനിസ്, അതാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഇതൊരു കനാൽ സൈഡ് ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ്. ആ വരുന്നത് കണ്ടോ? ആ ബോട്ടിൽ കുറേ ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് അതിലൂടെ നമുക്ക് ഒരു ഡേ ട്രിപ്പ് നടത്താം. നല്ലൊരു റൊമാൻറ്റിക് വൈബാണ്. പക്ഷെ ചെറുതിനെയും കൊണ്ട് പോയാൽ അതൊരു കോമഡി വൈബാവുമെന്ന് കരുതി ഞങ്ങൾ കയറിയില്ല. എന്തൊരു ക്ലീൻ ആടോ ഈ സിറ്റി. അതിനുശേഷം ഞങ്ങൾ പോയത് നിസാമി സ്ട്രീറ്റിലേക്കാണ്. ബാക്കുവിൽ വളരെ ഫേമസ് ആയിട്ടുള്ള പാർട്ടി ആൻഡ് ഷോപ്പിംഗ് പ്ലേസ്. നിസാമി സ്ട്രീറ്റിലൂടെ നടന്നു പോകുമ്പോൾ ഒരാൾക്കൂട്ടം കണ്ടു. നോക്കുമ്പോൾ എന്താ, ഒരു ജയന്റ് ചെസ് ബോർഡ്. അവിടെയാണ് കുറേ പേര് സീരിയസ് ആയിട്ട് ചെസ് കളിക്കുക. ഇതൊക്കെ ഞാൻ സിനിമയിലേ കണ്ടിട്ടുള്ളൂ കേട്ടോ. അവിടെ നല്ല ചൂടോടെ കളി നടക്കുമ്പോൾ എൻ്റെ മോളിന്റെ സൈഡിൽ നിന്ന് അവരുടെ തല്ല് കിട്ടുന്നതിന് മുന്നേ ഞങ്ങൾ എല്ലാവരും അവിടെ ഓടി. പിന്നെ കുറച്ചു നേരം റാം വോക്കും ഡാൻസും പാട്ടും വീഡിയോ ഷൂട്ടിങ്ങും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം റൂമിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ ബാക്ക് ടു റൂം വന്നിരിക്കുകയാണ്. ഇറ്റ് വാസ് എ വെരി ലോങ് ഡേ. സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു പേഴ്സണൽ കാർ ബുക്ക് ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ബർത്തായിട്ട് പലതും കാണാൻ പറ്റിയത്. ഞാനും എൻ്റെ ഭർത്താവും കൂടിയാണ് ഈ പാക്കേജ് ഒന്നും ഇല്ലാതെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് സ്വന്തമായിട്ട് വരികയാണെങ്കിൽ എനിക്ക് ഉറപ്പായിരുന്നു ഫസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങും. ഒന്ന് ഉറങ്ങി എണീച്ച് കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂളിൽ പോകും, വെള്ളത്തിൽ ചാടും. പിന്നെ രാത്രി ചിലപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ല ഫുഡ് കഴിച്ചു. ഞാൻ ഇത്രയും നല്ല ഫുഡ്സ് പ്രതീക്ഷിച്ചില്ല, ടു ബി ഓണസ്റ്റ്. ഓക്കെ, ഇനി വേറെ സംഭവം കാണിച്ചു തരാം. അച്ഛനും മോളും കൂടി വെള്ളത്തിൽ കളിക്കുന്നതും കൂടി കാണിച്ചു തന്നിട്ട് നമുക്ക് ചാറ്റ് പറയാം. ഞാൻ കൂടുതൽ സൂം ചെയ്യുന്നില്ല. ഈ ഹോട്ടലിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ സംഭവം ഈ ഹോട്ട് ജക്കൂസിയാണ്. രാവിലെ മുതൽ നാട് മൊത്തം ചുറ്റിക്കറങ്ങി രാത്രി ഇവിടെ വന്ന് ഒരു ചൂട് വെള്ളത്തിൽ ഒരു കുളി കുളിച്ചാൽ സുഖം. അപ്പൊ കുളിസീൻ കണ്ടല്ലോ. എന്തായാലും ഇന്നത്തെ എന്റെ ബാറ്ററി മുഴുവൻ ഔട്ടായി. കിടന്നുറങ്ങണം. നാളെ കോംപ്ലിമെന്ററി ബുഫേ ആണ്. അപ്പം അധികം നേരം ഉറങ്ങാൻ പറ്റില്ല. ബുഫേ ഉള്ളതുകൊണ്ട് മാത്രം രാവിലെ അലാറം വെച്ചിട്ട് എണീക്കണം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 10 o'clock ആകുമ്പോഴത്തേക്ക് ഷാഡാഗിലേക്ക് നേരെ പോകും. അപ്പൊ ഡേ 1 ഇൻ ബാക്കു ഇൻ അസർബൈജാൻ ഇസ് ഡൺ. ഇനി ഡേ 2 കാണാൻ നെക്സ്റ്റ് എപ്പിസോഡ്. ശരി, ബൈ. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. ഈ കുട്ടി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് subscribe.